അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ 15ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് ഈ യൂണിറ്റിൻ്റെ അവസാനത്തെ സെഷനാണ്. അപ്പോൾ ഇവിടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചില പ്രത്യേക ചോദ്യങ്ങൾ, വ്യത്യസ്തമായ ചില ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് കരുതുന്നു. മാത്രമല്ല, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകളെ നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസാണ് അരിത്തമാറ്റിക് സീക്വൻസ്. അതിൽ സംശയമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സീക്വൻസ് ഹാവിങ് എ കോമൺ ഡിഫറൻസ്, അത് ഒന്നാമത്തെ കാര്യമാണ്. കോമൺ ഡിഫറൻസ്, ഓക്കെ, കോമൺ ഡിഫറൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസിനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടുള്ളൊരു രീതി. എല്ലാ ടേംസിനും ഇടയ്ക്ക് ഒരേ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായാൽ ദാറ്റ് സീക്വൻസ് വിൽ ബി ദ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ടേമിൽ നിന്നും മറ്റൊരു ടേമിലേക്ക് പോകാം. അതിന് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി ഇതാണ്: ദ ഡിഫറൻസ് ബിറ്റ്വീൻ two terms of an arithmetic sequence is divisible by common difference. അല്ലെങ്കിൽ difference between any two terms of an arithmetic sequence will be a multiple of common difference. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ദ ടേംസ് ആർ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് കോമൺ ഡിഫറൻസ് ഇസ് എ നാച്ചുറൽ നമ്പർ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്പിൾ, ഡിവിസിബിൾ എന്ന വാക്കുകളൊക്കെ കൂടുതൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെൻ വി ആഡ് കോമൺ ഡിഫറൻസ് ടു എ ടേം, വി ഗെറ്റ് അനദർ ടേം ഓഫ് ദ സെയിം സീക്വൻസ്. മറ്റൊന്നുള്ളത് algebraic ഫോമാണ്. algebraic ഫോം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതെന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടേംസ് ഓഫ് ദ സീക്വൻസ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. algebraic form of an arithmetic sequence is always in the form an plus b. A is the common difference and a plus b is the first term. A is the common difference. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. മറ്റൊരു പ്രത്യേകത, algebraic ഫോം അറിഞ്ഞാൽ, നോയിങ് ദ algebraic ഫോം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്, വി ക്യാൻ റൈറ്റ് എനി ടേം. നോയിങ് ദ algebraic form, the algebraic form of an arithmetic sequence we can write any term of the sequence. സീക്വൻസിൻ്റെ ഏത് ടേമും നമുക്ക് എഴുതാൻ പറ്റും. മാത്രമല്ല, algebraic ഫോമാണ് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട തിയററ്റിക്കൽ ഡിസ്കഷന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചാപ്റ്ററുകൾക്കെല്ലാം ശേഷം ഒരു ഫൈനൽ റിവിഷൻ പ്രോസസ്സിങ് നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള തിയറിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്നേരം ചിന്തിക്കും. ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു പഠനം, അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഇതെല്ലാം പഠിച്ചുറപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് സീക്വൻസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ആ സീക്വൻസിൻ്റെ algebraic ഫോമാണെന്ന് മനസ്സിലാക്കുക. സീക്വൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇഫ് ദ ടേംസ് ആൻഡ് കോമൺ ഡിഫറൻസ് ആർ നാച്ചുറൽ നമ്പേഴ്സ്, if the terms and
common difference are natural numbers. Difference are natural numbers. On dividing the terms of a sequence by the common difference, we get the same reminder. Termine, the terms divided by the common difference gives the same reminder. ഇതൊക്കെ സീക്വൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുമായി ചില ചോദ്യങ്ങളൊക്കെ പാഠപുസ്തകത്തിൽ തനതായ ചോദ്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും കുറേ അധികം. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും കൂടി ഡിസ്കസ് ചെയ്യുന്നു. മറ്റൊന്നുള്ളത്, the terms equidistant from both ends of an arithmetic sequence gives the same sum. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, if the number of terms of an arithmetic sequence is odd, there will be a middle term without pair. അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ട്, അതായത് സീക്വൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും കൂടി ചേർത്തിട്ട് ഉചിതമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രോബ്ലങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ചാപ്റ്ററിൽ കുറേ ഫോർമുലകൾ കാണാതെ പഠിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഈ ചാപ്റ്ററിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കില്ല. കോൺസെപ്റ്റാണ് പ്രധാനപ്പെട്ടത്. സീക്വൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു, സീക്വൻസ് എങ്ങനെയാണ് ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സീക്വൻസ് രൂപപ്പെടുന്ന ആ ബേസിക്കായ പ്രോപ്പർട്ടീസും അതിൻ്റെ തനതായ പ്രത്യേകതകളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സീക്വൻസിൻ്റെ സം കാണുക, ടേംസിൻ്റെ സം കാണുക. സം കാണുന്നതിന് x1 + xn × n/2 എന്ന ഫോർമുല. ഈ ഫോർമുല എങ്ങനെ രൂപപ്പെട്ടു നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആ പെയറിങ്ങിലൂടെ ആ ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്ന കാര്യം. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഓഫ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് n × n+1/2 അതെങ്ങനെ വന്നു? ഓഡ് നമ്പേഴ്സിൻ്റെ എങ്ങനെയാണ് n² ആയി മാറുന്നത്? ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഇസ് n². സം ഓഫ് ദ ഫസ്റ്റ് 10 ഈവൺ നമ്പേഴ്സ് ഇസ് n × n+1. ഈ രൂപങ്ങളെല്ലാം, ഈ ആശയങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്റർ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട്. ഓക്കെ.